അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ രാത്രി ഒരു മഴ പെയ്തു കേട്ടോ. ആ മഴ പെയ്തത് വലിയ മഴയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു മഴ ആണെങ്കിലും ഈ സമയത്ത് മഴ പെയ്താൽ ചെടികളും പൂക്കളും ഉണ്ടാക്കുന്നതും അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ സമയത്ത് എല്ലാ ചെടികളും നമ്മൾ മഴക്കാലമാകുമ്പോൾ നമ്മൾ ഷെഡിലേക്ക് എടുത്ത് വെക്കും, വേനൽക്കാലമാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഹൈബ്രിഡ് ബോഗൺവില്ലകളും പിന്നെ അല്ലാത്ത ചെടികളാണെങ്കിൽ എല്ലാം പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ ഇപ്പോൾ. ഈ പൂക്കള കാലം തന്നെയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും ഈ മഴ പെയ്തപ്പോൾ പിന്നെ എന്താ പറയുക, എന്തായി ഉണ്ടാവുന്ന നമ്മൾ രാത്രി വന്ന് നോക്കാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു 6:30 മണിയായപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് പറ്റിയത് നമ്മളെ ചെടികൾക്ക് എന്നുള്ളത്. എന്തായാലും നമ്മളെ പിന്നെ ചെടികൾക്ക് പൂക്കളിൽ വെള്ളം വീണാൽ നമ്മൾ ചെടികൾ നനയ്ക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം നനയ്ക്കാൻ. പൂക്കളിൽ വെള്ളം വീഴാണ്ട്, പൂക്കളിൽ വെള്ളം വീണാൽ പെട്ടെന്ന് പൂക്കൾ നശിച്ചു പോകും കേട്ടോ. ഇനി അഡീനിയം ചെടിയാണെങ്കിലും ബോഗൺവില്ലാണെങ്കിലും ഏത് ചെടിയാണെങ്കിലും പൂക്കളിൽ വെള്ളം വീണാൽ പെട്ടെന്ന് പോയി പോകും. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന് നോക്കുകയാണ് ഓരോ ചെടിയും. അപ്പോൾ അഡീനിയം ചെടിയൊക്കെ നല്ലൊരു വെയിൽ കിട്ടിയാൽ പൂക്കളിലെ വെള്ളം വറ്റി പോവുമെങ്കിലും, പക്ഷേ ബോഗൺവില്ലകൾ ചിലത് നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട് എങ്കിലും ഒരു വെയിൽ കിട്ടിയാൽ ഒന്നുകൂടി റെഡി ആവും. പക്ഷേ ചില ബോഗൺവില്ല, ഹൈബ്രിഡ് ബോഗൺവില്ലയിലെ പൂക്കൾ പറ്റ അബദ്ധമാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ ഡ്രൈ കളറാണ് കേട്ടോ. മഴവെള്ളം വീണെല്ലാം കൂടി റുക്കൂയിൽ പോയ അവസ്ഥയിലാണ് ഉള്ളത്. ഇതിപ്പോൾ വിരിഞ്ഞിട്ടിപ്പോൾ കുറേ ആയിട്ടോ. ഡ്രൈ കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴ കഴിയുകയും പൂത്ത് തുടങ്ങുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ. ഒരുപാട് പൂക്കൾ കിട്ടുകയും ചെയ്യും. ഇപ്പം 3ാമത്തെ തവണയാണ് ഇത് പൂക്കുന്നത്, അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. മഴ കിട്ടിയിട്ടോ ഇന്നലെ രാത്രി. അപ്പോൾ മഴ പൂക്കളെല്ലാം എന്താ പറയുക, നമ്മൾ മഴക്കാലാണെങ്കിൽ നമ്മൾ ഷെഡിലേക്ക് മാറ്റി വെക്കല്ലേ ചെടികളൊക്കെ. പക്ഷേ ഇത് പിന്നെ മഴക്കാലല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്താണ് ചെടികളൊക്കെ ഉള്ളത്. അപ്പോൾ ചെടികളിലൊക്കെ പൂക്കളുള്ളൊരു സമയം മഴ പെയ്താൽ എന്താണ് അവസ്ഥ എന്ന് കണ്ടില്ല. ഞാനിപ്പോൾ രാവിലെ വന്ന് നോക്കിയതാണ്. നല്ല മഴ അല്ല കേട്ടോ, ചെറുങ്ങനൊരു മഴ ആയതുകൊണ്ട് കഴിച്ചിലായി. പക്ഷെ ഇവിടെ നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ലേശൊരു തണുപ്പ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ചില ചെടികൾ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല, വലിയൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇത് എന്താ പറയുക, നല്ല സ്ട്രോങ് തന്നെയുള്ള ഇതളുകൾ തന്നെ ആയതുകൊണ്ട് ഇത് നമ്മളെ വീര പിങ്ക് എന്ന് പറഞ്ഞാൽ അതാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിന് വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ചില പൂക്കൾ നമ്മളെ മൊണാലിസൊക്കെ വല്ലാണ്ട് ഇതായിപ്പോയി കേട്ടോ. അതുപോലെ ഇതിന് ചെറുങ്ങനൊരു ക്ഷീണത്തിനും പറ്റി. നമ്മളെന്നാലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. ഇതൊക്കെ നല്ല അടിപൊളിയിൽ നല്ല ഉശിരോടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല, അത് നല്ല സ്ട്രോങ് തന്നെയാണ്. ചെറുങ്ങനൊരു മഴ ചാറിൽ പറ്റിക്കുന്നല്ലാണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാര്യമായിട്ട് പറ്റിയത് നമ്മളെ മൊണാലിസക്കാണ്. മൊണാലിസ ചെറിയൊരു മഴ കിട്ടുമ്പോഴേക്ക് തന്നെ എന്താ പറയുക, ഇന്നിപ്പം നല്ലൊരു വെയിൽ കിട്ടിയാൽ റെഡി ആവുമായിരിക്കും. പിന്നെ അതുപോലെ സൺറൈസും എന്താ പറയുക, ചെറിയ നേരിയ വള്ളികൾ പോലെയാണ് സൺറൈസിൻ്റെ കമ്പുകൾ ഉണ്ടാകുക. അപ്പോൾ അതിങ്ങനെ കണ്ടോ, ഇത് കൊഴഞ്ഞു പോയി, പൂവിലൊക്കെ വെള്ളം വീണ് കണ്ടില്ലേ. മഴക്കാലം മഴ കൊണ്ടാൽ പൂക്കളെ വെള്ളം വന്ന് വീണാൽ ഈ ബോഗൺവില്ലൻ്റെ പൂക്കളൊക്കെ പെട്ടെന്ന് പോയി പോകും. ഇനിയിപ്പോൾ അതിൻ്റെ പൂക്കളൊന്നും നിൽക്കില്ല, പെട്ടെന്ന് പോയി പോവും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ഒരു 6:30 മണിക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. നമ്മളെ പൂക്കളൊക്കെ കണ്ടില്ലേ, മൊണാലിസൊക്കെ വെള്ളം വീണ് എല്ലാം കൂടിയും. ഇന്നലത്തെ നമ്മളെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇന്നലെ എന്തോ ഒരു ഭംഗിയിൽ നിന്ന പൂക്കളായിരുന്നു ഇന്ന് ഈ ഒരു ഇതിലേക്ക് മാറിയത്. ഇതൊക്കെ മഴവെള്ളം വീണതാ ഒടിഞ്ഞ പോലെ നിൽക്കുന്നു കേട്ടോ. ഇതിനൊന്നും കുത്തു കൊടുത്തിട്ടില്ല അതിന്. പക്ഷെ ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് നമുക്ക് പിന്നെ 2 സൈസിൽ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള ലീഫ് വരുന്നതുമായാൽ നമുക്ക് പൂക്കളില്ലാത്ത കാലത്തും കണ്ടില്ലേ നമ്മളെ ചെടി കാണാൻ എന്തൊരു ഭംഗിയാണ് നോക്കിയേ. ഇത് അതുപോലെ നമ്മളെ വീട്ടുമുറ്റത്ത് രാവിലെ തന്നെ ഒരുപാട് കിളികളുണ്ടാവും കേട്ടോ. ഓരോ കിളികളെ ഒച്ചപ്പാടും
ഒക്കെ നല്ല രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇപ്പോൾ രാവിലെ തന്നെ വന്നതാണ്. ഓരോരു എന്താ പറയുക, ഓല് പാറി പറക്കുന്നൊരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് തരം കിളികളുണ്ട് കേട്ടോ. ഇത് ചെതല എന്നാണ് ഞങ്ങളെ നാട്ടിലേക്ക് പറയുക. നിങ്ങളെ നാട്ടിലേക്ക് എന്താണ് പറയുക എനിക്ക് അറിയില്ല പേര്. ഞങ്ങൾ ചെതല എന്നാട്ടോ ഇതിനെ കൊണ്ട് പറയുക. ഈ കിളിനെ കൊണ്ട് ഇത് കൂട്ടായിട്ടാണ് വരിക. ഒച്ചപ്പാടുണ്ടാക്കി വരും, ഇങ്ങനെ പറക്കുന്നതൊക്കെ കാണാൻ നല്ല രസം തന്നെയാണ് കേട്ടോ. ഇവർക്കൊക്കെ നമ്മളെന്തെങ്കിലും വീട്ടുമുറ്റത്ത് എന്തെങ്കിലും പിന്നെ റസ്കിൻ്റെ പൊടികൾ, ബ്രെഡിൻ്റെ പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാട്ടോ അവർക്ക് കഴിക്കാൻ. എല്ലാ ചെടിക്കൊന്നും പിന്നെ മഴ ബാധിച്ചിട്ടില്ല, എന്നാലും കുറഞ്ഞ ചെടികൾക്കൊക്കെയാണ് കേട്ടോ ബാധിച്ചത്. അടീനിയം ചില ചെടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ ഈ ഡ്രൈ കളറൊക്കെ നല്ല രസമുള്ളൊരു ചെടി തന്നെയായിരുന്നു. ഈ അടീനിയത്തിന് ഒക്കെ നല്ല കട്ടുള്ള പൂക്കൾ ആയതുകൊണ്ട് അതിനൊന്നും വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ഒരു ചെറിയ വെയിൽ കിട്ടിയാൽ റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ. ഒന്നൊരു നല്ല വെയിൽ കിട്ടിയാൽ അടീനിയം റെഡിയായി കിട്ടും. പക്ഷേ ബോഗൺവില്ലാണ് അടീനിയം വെള്ളം ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.